രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. ഇന്ന് രാമഗീതയെക്കുറിച്ച് അല്പം പറയണം. ഇന്നിപ്പോൾ അവസാന ദിവസമാണല്ലോ. പിന്നെ സീതാപരിത്യാഗത്തെക്കുറിച്ച് അല്പം പറയണം. യോഗവാസിഷ്ടത്തെക്കുറിച്ച് കാര്യമായിട്ട് പറയാൻ സമയം കിട്ടില്ല. പിന്നെ ഉപസംഹാരമായിട്ട് പറയണം. ഈ രാമഗീത ഒന്നും പറയാനാവില്ല, വിസ്തരിച്ച് വേദാന്ത പ്രകരണമാണത്. അത് മലയാളത്തിൽ ചുരുക്കിയല്ല, ഏതാണ്ട് അത്ര തന്നെ പച്ചമലയാളത്തിൽ മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. നമ്മുടെ ചട്ടമ്പി സ്വാമികളുടെ ദ്വിതീയ ശിഷ്യൻ നീലകണ്ഠതീർത്ഥപാദരൻ. അദ്ദേഹം സമാധിയായിട്ടിപ്പോൾ വർഷത്രയായി. 1096 കർക്കിടകത്തിലാ അദ്ദേഹത്തിന്റെ മഹാസമാധി. ഇതിപ്പോൾ 1195 ഏതാണ്ട് 100 വർഷമാവണു. അദ്ദേഹം രാമഗീത മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട്. ശ്രീദേവിലാളിതപദാംബുജനായ രാമം സോദര്യനങ്ങൊരു ദിനം വിജനത്തിൽ വാഴ്ത്തി. മോതാലടഞ്ഞ പരിശുദ്ധ മനസ്സൊടെ താൻ ചോദിച്ചതിനരുളി രാമനുദാരമർത്ഥം. വർണ്ണാശ്രമത്തിനു സമം സ്വമുരച്ച കർമ്മം മുന്നം കഴിച്ചു മനതാർ പരിശുദ്ധമാക്കി. തന്നാലു സാധനമുദിക്കയൊഴിച്ചു സർവം അന്നാശ്രയിക്ക ഗുരുവേ നിജമോക്ഷണാർത്ഥം. 4 സാധന ചതുഷ്ടയം തന്നെ: വിവേകം, വൈരാഗ്യം, ശമാധമാവ്, പരമാ, തിദിക്ഷ, ശ്രദ്ധ, സമാധാനം, മുമുക്ഷുത്വം. അങ്ങനെ പോകും. ഇതാണ് ശൈലി. ഇത് പറയാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത്. അദ്ദേഹത്തെ നമ്മൾ കൃതജ്ഞാപൂർവ്വം സ്മരിക്കണം. സംസ്കൃതം അറിയാത്തവർക്ക് അക്കാലത്ത് മലയാളത്തിൽ ഇത് കിട്ടിയെന്നുള്ളത് വലിയ കാര്യമാണ്. അവിടെ സീതാപരിത്യാഗത്തിന് ശേഷം രാമൻ അല്പം ഒരു മൗഢ്യത ബാധിച്ച സമയത്താണ് ലക്ഷ്മണൻ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ അങ്ങട് ആദ്യം പറയുന്നു. പിന്നെ രാമൻ ലക്ഷ്മണന് ഉപദേശം കൊടുക്കുന്നു. കാരണം ലക്ഷ്മണൻ ചോദിക്കും അതിനുശേഷം. തുടക്കം ഇതാണ്: തതോ ജഗന്മംഗളമംഗളാത്മനാ വിധായ രാമായണ കീർത്തിമുത്തമാം ചചാര പൂർവാചരിതം രഘുത്തമോ രാജർഷിവര്യൈരഭിസേവിതം യഥാ. ഇത് നമ്മളോട് പറയുന്നത് ശ്രീ മഹാദേവനാണ്. ഉമാമഹേശ്വര സംവാദമായിട്ടാണ്. സീതാപരിത്യാഗത്തിന് ശേഷം രാമായണത്തിലെ ഉത്തമ കീർത്തിമാനും ജഗന്മംഗളമൂർത്തിയുമായ ശ്രീരാമേന്ദ്രൻ തന്റെ പൂർവികരായ രാജർഷിവര്യന്മാർ അനുഷ്ഠിച്ചിരുന്ന തപോമയമായ ഒരു തീവ്രമായ ജീവിതചര്യ നയിച്ചുകൊണ്ട് ലോകത്തെ അനുഗ്രഹിച്ചുകൊണ്ട് കാലം കഴിച്ചു എന്ന് പറഞ്ഞാണ് തുടങ്ങണം. അവിടെ അപ്പോൾ ലക്ഷ്മണൻ പിന്നെ ചോദിക്കും: സൗമിത്രിണാ പൃഷ്ട ഉദാരബുദ്ധിന രാമകഥാ പ്രാഹ പുരാതനീ ശുഭാ രാജ്ഞപ്രമത്തസ്യ നൃഗസ്യ ശാപതോ ദ്വിജസ്യ തിര്യക്ത്വമഥാഹ രാഘവ. പണ്ട് അല്പം പ്രമാദം സംഭവിച്ചതിനാണല്ലോ നൃഗന്, രാജാവിന്, നമ്മുടെ പൂർവികന് ഓന്താണ്ടി വന്നത്. അതൊക്കെ ലക്ഷ്മണൻ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഒട്ടും പ്രമാദം പാടില്ല. എന്നിട്ടാണ്: കഥാചിത് ഏകാന്ത ഉപസ്ഥിതം പ്രഭും രാമം രമാലാളിതപാദപങ്കജം സൗമിത്രിരാസാദിത ശുദ്ധഭാവന പ്രണമ്യ ഭക്തിയാ വിനയാന്വിതോ ബ്രവീത്. ഇതിൽ എല്ലാ ആശയങ്ങളും വരുന്നുണ്ട് ഈ ഉപദേശത്തിൽ. തുടക്കത്തിൽ പണ്ട് രാമൻ ലക്ഷ്മണന് ഉപദേശിച്ച കാര്യം ലക്ഷ്മണൻ തിരിച്ചുപദേശിക്കും. ഇവിടെ ഉപദേശിക്കല്ല, പറയും. അപ്പോഴാണ് രാമൻ പിന്നീട് എല്ലാം പഞ്ചകോശ വിവേകമുണ്ട്, ഓംകാരം പ്രണവത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഭക്തി സാധനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. നല്ല ഇത് വംശസ്ഥ വൃത്തത്തിലുള്ള യാവന്ന പശ്യേദഖിലം മതാത്മകം താവത് മതാരാധന തത്പരോ ഭവേത് ശ്രദ്ധാലുരത്യൂർജിത ഭക്തിലക്ഷണോ യസ്തസ്യ ദൃശ്യോഹം
അഹർനിശം ഹൃദി. രഹസ്യമേതത് ശ്രുതിസാരസംഗ്രഹം മയാ വിനിശ്ചിത്യ തവോദിതം പ്രിയാ യസ്ത്വേതദാലോചയതീഹ ബുദ്ധിമാൻ സമുച്യതേ പാതകരാശിഭിക്ഷണാത്. 59-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നതാണിത്. 60-ൽ പറയുന്നു, ഭ്രാതർയതീദം പരിദൃശ്യത്തെ ജഗത് മായൈവ സർവം പരിഹൃത്യ ചേതസാ മദ്ഭാവനാഭാവിത ശുദ്ധമാനസ സുഖീ ഭവാനന്ദമയോ നിരാമയ. എന്ത് ഭംഗിയുള്ള ശ്ലോകങ്ങളറിയോ. വിജ്ഞാനമേതദഖിലം ശ്രുതിസാരമേകം വേദാന്തവേദ്യചരണേനമൈവ ഗീതം യശ്രദ്ധയാ പരിപഠേത് ഗുരുഭക്തിയുക്തോ മദ്രൂപമേതിയതി മദ്വചനേഷു ഭക്തി. ഫലശ്രുതി പറഞ്ഞങ്ങോട്ട് നിൽക്കുന്നു. ഇതിനൊക്കെ ആ രാമമാഹാത്മ്യം മനസ്സിലുണ്ടെങ്കിൽ ഇതൊക്കെ രാമനാമത്തെ ജപിച്ചു ഒരു കാട്ടാളൻ മുന്നമ്മാമുനി പ്രവരനായി വന്നതുകൊണ്ട് ധാതാ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമെനി ശ്രീമഹാരാമായണം ചമക്കെന്നരുൾ ചെയ്തു. വീണാവാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതന്നാവിന്മേൽ വാണിയിടിനാൾ. അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിതധ്യാത്മരാമായണം മൃത്യുശാസനപ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മകൾക്കെല്ലാം മുക്തി സാധിക്കും അസന്നിദ്ധമജ്ജന്മം കൊണ്ടേ. രാമഗീതയിലെ ഫലശ്രുതി പറഞ്ഞപ്പോഴാണ് ഇതെനിക്ക് ഓർമ്മ വന്നത്. ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവൻ ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും. ശ്രീമഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ടു മോക്ഷതം പാപഹരം ഹൃദ്യമാനന്ദോദയം സർവവേദാന്തസാരസംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തി പൂണ്ടനാരദം പഠിച്ചിടുന്ന പുമാൻ മുക്തനായി വരുമൊരു സംശയമില്ലതാതെ. രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാൽ ആമോദപൂർവം പൂജ്യനായി വരുമത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും ലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടും ഇല്ല സംശയമേതം. ഉമാമഹേശ്വര സംവാദം. വളരെ ഈ രാമായണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കിടക്കുന്നത്. എത്ര സ്തുതികളാണ് നോക്കിയിട്ടുണ്ടോ? എത്രയാണ് സ്തുതി, വല്ല കയ്യും കണക്കുമുണ്ടോ? എല്ലാം ഈശ്വരസ്തുതികളാണ്. നിത്യശുദ്ധ മുക്തസ്വരൂപനാണ് ഈശ്വരൻ, ഗുണാതീതനാണ്, സർവവ്യാപിയാണ്, ശുദ്ധ ചൈതന്യമാണ് ഈശ്വരൻ. ഇതൊക്കെ നമ്മുടെ സ്വരൂപഭാവം തന്നെയാണ്. പക്ഷേ അജ്ഞാനം കാരണം നമുക്ക് സ്വരൂപഭാവം അനുഭവവേദ്യമാകുന്നില്ല. അതിന് സാധനകളിലൂടെ സിദ്ധമായ ഈ ഭാവത്തെ, സിദ്ധമാണ് ഈ ഭാവം, തിരിച്ചറിയാൻ ഈ സ്തുതികൾ നമുക്ക് വളരെ പ്രയോജനപ്പെടും. മനസ്സിലായോ? ഈശ്വരീയ ഭാവങ്ങൾ തന്നെയാണ് സ്തുതിയിൽ ചർച്ച ചെയ്യുന്നത്, തത്വങ്ങളും. അത് ആണ് വാസ്തവത്തിൽ നമ്മുടെ ലക്ഷ്യ സ്ഥലം. ഒരേ ചൈതന്യം തന്നെയാണ് എല്ലാ ജീവജാലങ്ങളിലും എന്ന അറിവ് ഇതിലൂടെ കിട്ടും. അപ്പോൾ രാഗദ്വേഷരഹിത ഭാവം, ആദരവ് ഉണ്ടാവും എല്ലാ ജീവജാലങ്ങളോടും. ഈ സ്തുതികൾ ആവർത്തിച്ച് പാരായണം ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, പാരായണം മാത്രം പോരാ, അർത്ഥം മനനം ചെയ്യണം, ചർച്ച ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യണം. തച്ചിന്തനം തത്കഥനം അന്യോന്യം തത് പ്രബോധനം യവമേകവരത്വം ച ബ്രഹ്മാഭ്യാസം വിദുർബുധ എന്നാണ് പഞ്ചദശിയിൽ പറയാ വിദ്യാരണ്യമുനി. ഇത് തന്നെയാണ് ബ്രഹ്മാഭ്യാസം. എല്ലാ സ്തുതികളിലും വേദാന്ത തത്വങ്ങൾ വാരിക്കോരി വെതറിയിട്ടുണ്ട്. ഋഷികവി എഴുത്തച്ഛൻ ഉപദേശങ്ങൾക്കും സ്തുതികൾക്കും തുല്യ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. വ്യാവഹാരിക തലത്തിൽ കഥാഭാഗങ്ങൾക്കും വളരെ വളരെ പ്രാധാന്യവും പ്രയോജനവും ഉണ്ട്. മനസ്സിരുത്തി സശ്രദ്ധം ആവർത്തിച്ച് പാരായണവും അതിലൂടെ എന്താ പറയുക, അജ്ഞാന നിവൃത്തി, അദൃശ്യ പ്രതിബന്ധ നിവൃത്തിയും ഉണ്ടാകും. ശ്രവണത്തിലൂടെ, പാരായണത്തിലൂടെ, മനനത്തിലൂടെ ഈ സംശയ നിവൃത്തി ഉണ്ടാവും. നിധിധ്യാസനത്തിലൂടെ വിപര്യ നിവൃത്തി ഉണ്ടാവും. അതിലൂടെ മുക്തി, അൺകണ്ടീഷണൽ ആൻഡ് ലാസ്റ്റിംഗ് ഫ്രീഡം ഓർ ഇൻഡിപെൻഡൻസ്, അത് സാധ്യമാകും, സംശയമില്ല. അതിന് എന്താ പറയുക, എത്ര സ്തുതികളാണ്. അഹല്യാസ്തുതി,
അഗസ്ത്യസ്തുതി, ജടായുസ്തുതി, കബന്ധസ്തുതി, സ്വയംപ്രഭാസ്തുതി, പിന്നെ നാരദസ്തുതി, ആദിത്യസ്തുതി, ദേവേന്ദ്രന്റെ സ്തുതി, അവസാനം ബ്രഹ്മാവിന്റെ സ്തുതി കാണാം. ഈ സ്തുതികള്, സ്തോത്രങ്ങള് ഭാരതീയ ഭക്തി സാഹിത്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ലൗകിക ബന്ധങ്ങളുടെ ഈ വല്ലാതെ പിരിമുറുക്കത്തിന്റെയൊക്കെ മുള്ളുവേലി കെട്ടുകൾക്കിടയിൽ നമ്മൾ ഞെരുങ്ങി അമരുമ്പോൾ ഈശ്വരാഭിമുഖമായി വികസിക്കാൻ വെമ്പുന്ന ആ മനുഷ്യ ഹൃദയമുണ്ടല്ലോ, അത് ഭക്തിയുടെ വർഷപാതത്തിൽ പീലിപെടുത്തി നർത്തനം ചെയ്യും. അത് നമുക്ക് ബോധ്യപ്പെടും. വാക്കുകൾക്കോ ഭാഷക്കോ ഒന്നുമല്ല വലിയ പ്രസക്തി, പ്രാധാന്യം. ഭാവത്തിനാണ് സ്തുതികൾ പ്രാധാന്യം. ലക്ഷ്യാർത്ഥമാണ് പ്രധാനം. ഈശ്വര പ്രേമത്തിന്റെ ഹൃദയഹാരിയായ സൗന്ദര്യവും തത്വചിന്തയുടെ ഗാംഭീര്യവും രണ്ടും ഒത്തുചേർന്ന് പരിലസിക്കുന്നതാണ് വാസ്തവത്തിൽ രാമായണത്തിലെ സ്തുതികളെല്ലാം. മനുഷ്യനായി അവതരിച്ച ഈശ്വരന്റെ മഹിമാവിലാസങ്ങൾ അതെത്ര ഹൃദയാവർജകമാണെന്നറിയോ? അതിന്റെ പ്രാധാന്യം പറഞ്ഞാൽ തീരുന്നതല്ല, അത്രയധികമുണ്ട്. പിന്നൊരു ടോപ്പിക്ക് ധർമ്മമാണ്. ധർമ്മമാണ് രാമായണത്തിലുടനീളം. സത്യനിഷ്ഠ, ധർമാചരണം. ധർമ്മം കോസ്മിക് ലോസാണ്. അലംഘനീയമായ പ്രാപഞ്ചിക നിയമങ്ങൾ, അതിന്റെ ആകത്തുകയാണ് ഇവിടെ ധർമ്മം. പിന്നെ ധർമ്മത്തിന് മറ്റൊരു തലം കൂടിയുണ്ട്, വാല്യൂസ്, മൂല്യങ്ങൾ. അത് വേണം. ജീവിതത്തിൽ മൂല്യങ്ങൾ അനുഷ്ഠിച്ചില്ലെങ്കിൽ പരസ്പര പൂരകങ്ങളായിട്ടുള്ള ആചരണങ്ങളും സംസ്കാരവും വേണ്ടത്ര വാരി വെതറിയിട്ടുണ്ട് രാമായണത്തിൽ. എത്ര പഠിക്കാനുണ്ട്, ധാരാളം പഠിക്കാനുണ്ട്. ഈ നമ്മുടെ പൂർവർഷികളൊന്നും ശരീരത്തോടുകൂടി ജീവിച്ചിരിക്കുന്നില്ലെങ്കിലും അവരുടെ സൽഗ്രന്ഥങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. വാസ്തവത്തിൽ അവരുടെ പ്രതീകം തന്നെയാണ്. അതിനെ ആശ്രയിച്ചാൽ മതി. ഉപേയുഷാമവിദിവം സന്ധിബന്ധവിധായിനാം ആസ്തയേവ നിരാതംഗം കാന്തം കാവ്യമയം വപു. ഈ സൽഗ്രന്ഥകർത്താക്കൾ സ്വർഗപ്രാപ്തരായാലും അവരുടെ കാവ്യരൂപമായ ആ മനോഹര ശരീരം മരിക്കാതെ തെളിഞ്ഞു വിളങ്ങുന്നുണ്ട് ഇവിടെ. ഇതാണ് ആപ്തവാക്യം. ഇത് പരമാർത്ഥമാണ്. നമ്മൾ ഈ ഗ്രന്ഥങ്ങളെ ആശ്രയിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും. അവർ ജീവിച്ചിരിക്കുന്ന മാതിരി തന്നെ നമുക്ക് തോന്നും. രാമായണം തന്നെ വാസ്തവത്തിൽ ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും നമ്മിലൂടെ ജീവിക്കുന്നുണ്ട്. ഞാൻ പലതവണ പറഞ്ഞതല്ലേ, അതെ, ഇതിൽ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ രാവണവധം എന്ന് പറഞ്ഞാൽ രാവണനെല്ലാം വധിക്കേണ്ടത് ലങ്കയിലുള്ള വധമല്ലാതെ നമ്മുടെ ഉള്ളിലുള്ള ദുശ്ചിന്തകൾ, ആസുരി സമ്പത്തിനെയാണ് വധിക്കേണ്ടത്. യോഗവാസിഷ്ഠത്തിൽ ഒറ്റ പ്രകരണം, വൈരാഗ്യ പ്രകരണം എന്ന ഒരു സാധനമുണ്ട്. അത് ഉൾക്കൊണ്ടാൽ തന്നെ മനുഷ്യനെല്ലാമായി. ലക്ഷ്മി നിരാകരണം എന്നൊരു ടോപ്പിക്കുണ്ട്. അത് ശരിയായിട്ടൊരു ഗുരുവിന്റെ പാദാത്യങ്ങളിലിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണത്തോടുള്ള നമ്മുടെ ഭാവം പൂർണ്ണമായിട്ട് മാറും. ഇത്രയേ ഉള്ളൂ എന്ന് ബോധ്യപ്പെടും. പണത്തോട് നിന്ദ വേണം എന്നല്ല പറയുന്നത്, അതിന്റെ പരിമിതികൾ ബോധ്യപ്പെടും. വൈരാഗ്യ പ്രകരണത്തിൽ തന്നെ എത്ര ടോപ്പിക്കുകളാണെന്നറിയോ? എത്ര ഇത് പക്ഷേ ഒരു വിഷമമുണ്ട്. യോഗവാസിഷ്ഠം പഠിക്കണമെങ്കിൽ ഒരു ഗുരുവിന്റെ ഭാഗത്ത് ഇത് തന്നെ പഠിക്കണം. അല്ലെങ്കിൽ എന്താ കാരണം എന്നറിയോ? അതിൽ ധാരാളം അലങ്കാരങ്ങൾ വാരി വെതറിയിട്ടുണ്ട്. അതിൽ പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, പിന്നെ എന്താ പറയുക, ഒരുപടി സാധാരണ പ്രകൃതിയിൽ കാണുന്ന വസ്തുക്കളൊക്കെ ഉണ്ട്. അതിന്റെ പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാവണം. ഒരു പക്ഷിയെ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ആ പക്ഷിയുടെ പ്രത്യേകത നമുക്ക് പറഞ്ഞു തരണമെങ്കിൽ അറിവുള്ള ഒരാൾ വേണം, അല്ലെങ്കിൽ ആവില്ല. ഒരു മൃഗത്തിന്റെ ഉദാഹരണം പറഞ്ഞാൽ ആ മൃഗത്തിന്റെ സവിശേഷതകൾ അറിയണം, അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാവും? വെറുതെ വായിച്ചുകൊണ്ട് ഡിക്ഷണറി മീനിങ് കൊണ്ട് മനസ്സിലാവില്ല ഒരിക്കലും. രാമനെയും സീതയെയും നമുക്ക് നല്ലപോലെ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. രാമായണത്തിന് തുടക്കത്തന്നെ വാൽമീകി രാമായണം തപസ്വാധ്യായ നിരതം തപസ്വൈ വാഗ്വിതാം വരം നാരദം പരിവപ്രച്ഛ വാൽമീകിർ മുനിപുംഗവം കോന്വസ്മിൻ സാമ്പദം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രത. അങ്ങനെ പോവും. ഇക്ഷ്വാകുവംശപ്രഭോ രാമോ നാമ ജനൈശ്രുത നിയതാത്മാ മഹാവീര്യോ ദ്യുതിമാൻ ധൃതിമാൻ വശീ. നോക്കൂ, രാമന്റെ ഗുണങ്ങൾ പറയുന്നു. ബുദ്ധിമാൻ നീതിമാൻ വാഗ്മി ശ്രീമാൻ ശത്രുനിബർഹണ വിപുലാംസോ മഹാബാഹു കമ്പുഗ്രീവോ മഹാഹനു മഹോരസ്കോ മഹേശ്വാസോ ഗൂഢശത്രു അരിന്ദമ
ആജാന ബാഹുസുശിരാ സുലലാട സുവിക്രമ. എന്താ ആ ഭാവം എന്ന വിചാരം? അങ്ങനെ ധർമ്മജ്ഞ സത്യസന്ധശ്ച പ്രജാനാം ജഹിതേരത യശസ്വി ജ്ഞാനസമ്പന്ന ശുചിർവശ്യ സമാധിമാൻ പ്രജാപതി സമശ്രീമാൻ ധാതാ രിപുനിഷൂദന രക്ഷിതാ ജീവലോകസ്യ ധർമ്മസ്യ പരിരക്ഷിതാ രക്ഷിതാ സ്വസ്യ ധർമ്മസ്യ സ്വജനസ്യ ച രക്ഷിതാ. വളരെ ലളിതമാണ്, കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. വേദവേദാംഗതത്വജ്ഞോ ധനുർവേദേ ച നിഷ്ഠിത സർവശാസ്ത്രാർത്ഥതത്വജ്ഞ സ്മൃതിമാൻ പ്രതിഭാനവാൻ സർവലോകപ്രിയ സാധു അധീനാത്മാ വിചക്ഷണ. അങ്ങനെ പോവും. സമുദ്രൈവ ഗാംഭീര്യേ ധൈര്യേണ ഹിമവാനിവ വിഷ്ണുനാ സദൃശോ വീര്യേ സോമവത് പ്രിയദർശന. ആ ഗാംഭീര്യത്തിന്റെ കാര്യത്തിൽ, ആഴത്തിന്റെ കാര്യത്തിൽ സമുദ്രം പോലെയാണ്. അതിന് നിലനിർത്തുന്ന കാര്യത്തിൽ ഹിമാലയം പോലെയാണ്. ആ പരാക്രമത്തിലുണ്ടല്ലോ, അത് എന്താ ദാവാഗ്നി സമമാണ്, കത്തിക്കാളും. ചന്ദ്രനെ പോലെ പ്രിയമായ രൂപത്തിൽ. കാലാഗ്നി സദൃശ ക്രോധേ ക്ഷമയാ പൃഥിവീ സമ. രണ്ടുമുണ്ട്. വേണ്ടെടുത്ത് ക്രോധം വരും, അല്ലാത്തപ്പോ പൃഥിവീ സമം ക്ഷമയുള്ളവനാണ്. ധനദേന സമസ്ത്യാഗേ സത്യേ ധർമ്മ ഇവാപര. അങ്ങനെ അവിടെ രാമനെ കുറിച്ച് വേണ്ടത്ര പറയുമ്പോൾ അതോടുകൂടി സീതയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതും മനസ്സിലാക്കണം. രാമസ്യ ദയിത ഭാര്യ നിത്യം പ്രാണസമാഹിത ജനകസ്യ കുലേ ജാത ദേവമായേവ നിർമ്മിത. ഓരോന്നും മനസ്സിലാക്കണം. സർവലക്ഷണസമ്പന്ന നാരീണാമുത്തമാവധൂ നാരീണാമുത്തമാവധൂ. അങ്ങനെ ഓരോന്നും എടുത്തെടുത്ത് മനസ്സിലാക്കണം. എന്നാലേ ഓരോ പിന്നെ മനസ്സിലാവുള്ളൂ. എന്നിട്ട് വേണം ഇതൊക്കെ കാര്യങ്ങൾ വിലയിരുത്താൻ, ഇനി യഥാപരിധിയാക്കെ മനസ്സിലാക്കാൻ. എന്നിട്ട് വേണം ഈ വിശേഷണങ്ങൾ നോക്കൂ. രാമസ്യതൈതാ, ഇതൊക്കെ ബാലകാണ്ഡത്തിലാണ്. രാമസ്യതൈതാ ഭാര്യ നിത്യം പ്രാണസമാഹിത. എന്നിട്ട് എന്തു പറയണു? ഈ ആരായി ജനകൻ? അഷ്ടാവക്ര ഗീതയില് സംവാദം നടത്തുന്ന ആളാണ്, മനസ്സിലാക്കണം. മിഥിലാധിപൻ ബ്രഹ്മജ്ഞനാണ്. ബൃഹദാരണ്യ ഉപനിഷത്തിലെ വിഖ്യാതനാണ്. ജനകസ്യ കുലേ ജാത. ജനകസ്യ കുലേ ജാത പറഞ്ഞ ഇതൊക്കെ മനസ്സിലാക്കണം. അതിൽ ആരുടെ ശിക്ഷണത്തിൽ വളർന്നാണ്? ബ്രഹ്മജ്ഞനായ ജനകന്റെയാണ്. ആത്മീയ മണ്ഡലത്തിലെ പ്രാമാണികനായിരുന്നു അദ്ദേഹം. ദേവമായേ നിർമ്മിത. ദേവമായേയും. ആ രണ്ടാമത്തെ വിശേഷണം എന്താണെന്ന വിചാരം? ആത്മീയജ്ഞാന സിദ്ധിയിലെന്ന പോലെ ആകാര സഷ്ടോത്തിലും അദ്വിതീയായിരുന്നു. സദ്വിചാരം, സൽപ്രവൃത്തി, സജ്ജീവിതം ഇവയിലൂടെ കൈവന്ന ദിവ്യത്വം അല്ലെങ്കിൽ ദൈവിക ചൈതന്യമോളിൽ വിളങ്ങിയിരുന്നു. ശ്രീർ മംഗളാത് പ്രഭവതി എന്ന് പറഞ്ഞുണ്ടല്ലോ, അതിനർത്ഥമാണ്. സർവലക്ഷണ സമ്പന്നാം നാരീണാമുത്തമാവധു സീതാപ്യനുഗതാരാമം ശശിനം രോഹിണീ യഥാ. ഇനി പിന്നെ ഇതിപ്പോ ബാലകാണ്ഡത്തിൽ, ഇനിയും ബാലകാണ്ഡത്തിൽ തന്നെ കാണാം. രാജർഷിയായ ജനകൻ, ഉപനിഷത്ത് പ്രസിദ്ധനായ ജനകൻ, ബ്രഹ്മജ്ഞാനി, തന്റെ ഓമനപുത്രിയോടും കൂടി ഭദ്രദൈവത്തിന്റെ മുൻപിൽ ആ വിവാഹവേളയിൽ സന്നിഹിതനാവുന്ന ചിത്രം, ആ രംഗം ഓർക്കണം. കന്യാദാനത്തിന് ഒരുങ്ങുകയാണ് ജനകൻ. ജനകൻ സീതയുടെ കൈകൾ പിടിച്ച് രാഘവനിൽ സമർപ്പിക്കുകയാണ്. പാണിഗ്രഹണം വളരെ ഗംഭീരമാണ്. പക്ഷെ ഏത് കൊലകൊമ്പനായ അച്ഛനായാലും മകളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ അത് ചെയ്യേണ്ടതാണ്. ആ സമയത്ത് ഒരു ഗദ്ഗതമുണ്ടാവും, വിഷമമുണ്ടാവും ഉള്ളിൽ. പുറത്ത് കാണിച്ചു എന്ന് വരില്ല, ഉണ്ടാവും. സാധാരണ സംഭവമാണ്. ഹൃദയസ്പൃക്കായ ഒരു ശബ്ദം അതാണ്. ഇയം സീതാ മമ സുതാ സഹധർമ്മചരീ തവ പതിവ്രത മഹാഭാഗ ഛായേവാനുഗത സദാ. ഈ കൊച്ചുകുട്ടിയെ എങ്ങനെയാ പതിവ്രത എന്ന് പറയാ? ഒരു പൊരുത്തക്കേട് തോന്നുന്നില്ലേ? ഉണ്ട്. ആ മാധുര്യം തുളുമ്പുന്ന ഒരു ഗാന നിർദ്ധരി, അതാണ്. അത് ചിന്തിച്ചു നോക്കണം. അർത്ഥശൂന്യമായിട്ട് എന്തെങ്കിലും പറയുമോ? പറയില്ല ജനകൻ. സാധാരണഗതിയിൽ കാണാവുന്നതിനേക്കാൾ ആഴത്തിലുള്ള അർത്ഥവ്യാപ്തി, വ്യക്തമായൊരു ലക്ഷ്യം ജനകൻ ഉച്ചരിച്ച വാക്കുകൾക്കുണ്ട് എന്ന് മനസ്സിലാക്കണം. എന്നാലേ ഈ കാര്യം പിടികിട്ടും. വാക്യാർത്ഥം മാത്രം എടുത്താൽ പോരാ, ലക്ഷ്യാർത്ഥം എടുക്കും.
പരോക്ഷവാദ ഋഷയ എന്ന് പറയും. ഈ ഗ്രന്ഥങ്ങളിലൊക്കെ പ്രത്യക്ഷമല്ല, കൂടുതലും പരോക്ഷമുണ്ടാവും. അതാണ് ധ്വന്യാലോകത്തിൽ പറയും, പ്രതീയമാനം പുനരന്യദേവ വസ്തുവസ്തി വാണീഷു മഹാകവീനാം യത്തത് പ്രസിദ്ധാവയവാതിരിക്തം വിഭാതി ലാവണ്യമിവങ്കനാസു. ഈ ഋഷികവികളുടെ വാങ്മയങ്ങളിൽ ഈ വ്യംഗ്യമായ ഒന്നുണ്ടാവും. ഏതുപോലെ സ്ത്രീകളിൽ സൗന്ദര്യം എന്ന പോലെ അവിടെ പറഞ്ഞിരിക്കുന്നു. സ്ത്രീകളുടെ ഓരോ അവയവങ്ങൾ അംഗപ്രത്യംഗ വർണ്ണനയിലല്ല സൗന്ദര്യം മനസ്സിലാക്കുക, അല്ലാതെ വ്യംഗ്യമായിട്ട് സൗന്ദര്യം പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ തൈക്കാട്ട് ഉണ്ണിമൂസിന്റെ കൃതികളിൽ ഇത് കാണാം. ഗൗരിക്കെഴും ഗൗരവം തീരെപ്പോയിടും ആഴിമാതഴൽ മുഴുത്താഹം തക്കേഴും ദൃഢം എന്നൊക്കെ. ഗൗരിക്കെഴും ഗൗരവം തീരെ പോയിടും. അപ്പൊ ആ മറ്റൊരു സ്ത്രീയുടെ സൗന്ദര്യമാണ് ഈ പറയുന്നത്, പക്ഷെ അവരുടെ അംഗപ്രത്യേകം വർണ്ണന പറയുന്നില്ല. മനസ്സിലായോ? ആഴിമാത് അഴൽ മുഴുത്താഹം തക്കേഴും ദൃഢം ആണ് പരോക്ഷമായിട്ട് പറയുന്ന രീതി. അപ്പൊ ഇവിടെ പതിവ്രത എന്ന ആ വിശേഷണമുണ്ടല്ലോ, ഈ നവദമ്പതികൾക്ക് പിൽക്കാലത്ത് വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു ദുരവസ്ഥയെ ഈ ഋഷി രാജർഷി ദീർഘദർശനം ചെയ്തിരിക്കാം എന്ന് വേണം ഈ ജനകന്റെ പ്രസ്താവന എന്ന് മനസ്സിലാക്കാൻ. സീതയുടെ ചാരിത്രം ഭാവിയിൽ ചെയ്യപ്പെടാനിടയുണ്ട് എന്ന് മിഥിലാധിപൻ മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലായോ? ജാനകി വിശുദ്ധതയേക്കാൾ വിശുദ്ധയാണ് എന്ന സ്ഥിരനിശ്ചയത്തോടുകൂടി വേണം പെരുമാറാൻ. അതിനുള്ള ഒരു ഉറപ്പായിരുന്നില്ലേ വാസ്തവത്തിൽ രാജർഷിയുടെ വചനങ്ങൾ? നോക്കൂ, അല്ലയോ രാമ, എന്റെ മകളായ സീത എന്നും ചാരിത്രവതി അത്രേ. അവൾ മഹാഭാഗ്യമാണ്. നിഴൽ പോലെ ഒരാളെ എപ്രകാരം പിന്തുടരുമോ അതുപോലെ ഇവൾ നിന്നെ എപ്പോഴും അനുഗമിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പദപ്രയോഗങ്ങൾ മഹാഭാഗ എന്നൊക്കെ വളരെ വിസ്തരിക്കേണ്ടതാണ്. ഇതൊന്നും ഈ അധ്യാപനം കൊണ്ടോ പ്രവചനം കൊണ്ടോ ഈ ദുർലഭസ്ഥാനം പ്രാപ്യമല്ല. കരുത്തേറിയ ആഭ്യന്തര ഗുണങ്ങളാണ് ഇതൊക്കെ അതിന് വേണ്ടത്. നല്ലവളാകുക പോരാ, സാക്ഷാൽ നന്മയേക്കാൾ നല്ലവളാകുക അതൊരു സാധാരണ കഴിവല്ല. ശാരീരികമായ ദൗർബല്യങ്ങളെല്ലാം മറികടന്ന് ആദർശങ്ങൾക്ക് അനുഗുണമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അങ്ങനെ ഗുണങ്ങൾക്ക് ഗുണമായി നശ്വരതയിൽ നിന്ന് അനശ്വരതയിലേക്ക് എത്താനുള്ള ഏതൊരു വ്യക്തിയും ഇതിനാണ് ശ്രമിക്കേണ്ടത്. മഹാഭാഗത്വ പദവി നേടാനുള്ള അർഹത പുരുഷനേക്കാളധികം സ്ത്രീക്കാണുള്ളത്. ഈ അവതരണത്തിലൂടെ വാൽമീകി ഇതാണ് നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്. ഓരോ സംഭവങ്ങളുടെയും ചിത്രീകരണങ്ങളുടെ ആ ആശയം ആദികവി കൂടുതൽ കൂടുതൽ വ്യക്തമാക്കി തരുന്നുണ്ട്. പിന്നെ വിവേകാനന്ദ സ്വാമിയൊക്കെ പറയും, സ്ത്രീ സാക്ഷാൽ ജഗദംബികയുടെ പ്രതിരൂപമാണ്. അവളുടെ ബാഹ്യചേഷ്ടതകൾ പഞ്ചേന്ദ്രിയങ്ങളെ ആകർഷിക്കുന്നുണ്ടാകാം, പുരുഷന്മാർ ഉന്മത്തരാവുന്നുണ്ടാകും. പക്ഷേ അവളുടെ ആന്തരമായ ചേഷ്ടതകളുണ്ടല്ലോ, വിജ്ഞാനം, വിവേകം, ബ്രഹ്മാർപ്പണം, ഈ ആത്മാർപ്പണം, സംയമം, ഇതൊക്കെ ക്ഷമ, ഏതൊരു പുരുഷനെയും ഈശ്വര അഭിമുഖമാക്കാനും ലക്ഷ്യത്തിൽ നിന്ന് തെറ്റാതെ അവനെ ബ്രഹ്മജ്ഞാന പ്രാപ്തി വരെ എത്തിക്കാനും പോകുന്നവയാണ് ഈ ഗുണങ്ങൾ. സ്വാമിജി ഇങ്ങനെ പറയണമെങ്കിൽ അതിന്റെ അർത്ഥമൊന്ന് ചിന്തിച്ചു നോക്കൂ. അയോധ്യാപുരിയിലൊക്കെ ഈ കുട്ടി വിവാഹം കഴിഞ്ഞു വന്നപ്പോൾ തന്നെ ഒരു മാതൃകയായിരുന്നു അവർക്ക്. ഇതാണ് ബാലരാമായണത്തിൽ കുമാരനാശാൻ പറഞ്ഞത്. അവൾ നിൽക്കുന്ന പോൽ നിൽക്കും, അവളെപ്പോൽ നടന്നിടും, അവൾ പോൽ ഭൂഷയണിയും അയോധ്യയിൽ നിന്ന് താങ്കിമാർ. നന്മയുടെ നിറകുടമായിരുന്നു. ഇത് അവസാനം വരെ സീത അയോധ്യ വിടുന്നതുവരെയും അവിടെ ഒരു നിറ സാന്നിധ്യമായിരുന്നു സീത. ഇതാണ് ഞാൻ പറഞ്ഞോന്നറിയില്ല. രാമന്റെ കൂടെ ലങ്കയിൽ നിന്ന് തിരിച്ചു വന്ന് താമസിക്കുന്ന കാലത്തെ രാമായണത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അയോധ്യയിൽ ആദ്യം ഉണരുന്നത് സീതയാണ്, അവസാനം ഉറങ്ങാൻ പോകുന്നതും സീതയാണെന്ന്. അത് വാഗർത്ഥമെടുക്കണ്ട, അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അവിടെ ഒരു നിറ സാന്നിധ്യം. രാമൻ എപ്പോഴും ഒരാൾക്ക് മറ്റാൾ തുണ എന്ന മട്ടില്ല. രാമൻ പറയാതെ തന്നെ എല്ലാം മനസ്സിലാക്കും, കാര്യങ്ങൾ ചെയ്യും എന്നാണ് അർത്ഥം. പ്രിയാതു സീതാരാമസ്യാം ധാരാ പിതൃകൃതായുവ ഗുണാദ്രൂപഗുണാച്ചാപി പ്രീതിർഭൂയോഭിവർദ്ധതേ. ഇതൊക്കെ പറയുന്നത് ബാലകാണ്ഡത്തിലാട്ടോ. പിതൃജനങ്ങൾക്കും സമ്മതയായിരുന്നു സീത.
രാമൻ അവളിൽ പ്രിയം വളരുവാൻ അതും കാരണമായി. അവളുടെ അസാധാരണമായ സ്വഭാവ ഗുണങ്ങൾ, ദിവ്യമായ സൗന്ദര്യം എന്ന് പറയുമ്പം ബാഹ്യ സൗന്ദര്യമല്ലാതെ ആന്തരികമാണ്. ബാഹ്യ സൗന്ദര്യം തീർച്ചയായിട്ടും ഉണ്ട്. രാമന്റെ പ്രേമത്തിന് ആഴം വർദ്ധിപ്പിച്ച് ഇതൊക്കെയാണ്. ആന്തരഗുണങ്ങളാണ് ഒരു വ്യക്തിയുടെ മഹത്വത്തിന് യഥാർത്ഥ കാരണം. അത്തരം ഗുണങ്ങളുള്ള മഹാത്മാവ് ലോക സംസ്കാരത്തെ എത്രയോ 10 മടങ്ങ് 1000 മടങ്ങ് പരിപുഷ്ടമാക്കും. ജനസഞ്ചയം സ്വമനസ്സാലെ അതാണായാലും പെണ്ണായാലും അവരുടെ ഹിതത്തെ മാനിക്കാൻ സന്തോഷപൂർവ്വം സന്നദ്ധരാകും. ഇതാണ് ആന്തരഗുണങ്ങളുടെ പ്രത്യേകത. എല്ലാ ശരീരത്തിനും പ്രകൃതി നിശ്ചയിച്ച ഒരു കാലാവധിയുണ്ടല്ലോ. ഇപ്പോൾ ബാഹ്യ സൗന്ദര്യത്തിന് ശാശ്വതമല്ലാതെ അതിനെ അതിജീവിച്ച ആർക്കും കഴിയാൻ പറ്റില്ല. അതാണ് സീതയുടെ ഭൗതിക സൗന്ദര്യത്തിന് പ്രാധാന്യം കൽപ്പിക്കാതിരിക്കാൻ ദാർശനികനായ ഈ മഹർഷി ഒരുങ്ങിയത്. ബാഹ്യ സൗന്ദര്യം അനിത്യമാണ്, മറ്റേതല്ല. അതെ, ഹൃദയം ജൈവ ജാനാതി പ്രീതിയോഗി പരസ്പരം അന്തർജാതമവിവ്യക്തം ആഖ്യാതി ഹൃദയം ഹൃദാ. പാലയാണ്ടത്തിൽ പറഞ്ഞ ശ്ലോക ശ്രദ്ധിക്കൂ. ഹൃദയം ജൈവ ജാനാതി പ്രീതിയോഗി പരസ്പരം അന്തർജാതമവിവ്യക്തം ആഖ്യാതി ഹൃദയം ഹൃദാ. എത്ര സമർത്ഥ്യമായി കൈകാര്യം ചെയ്താലും ഒരാളുടെ ഇംഗിതം സമ്പൂർണമായി പ്രതിഫലിപ്പിക്കാൻ ഭാഷയ്ക്കുള്ള കഴിവ് വളരെ പരിമിതമാണ്. എല്ലാ പണ്ഡിതന്മാരും ഐകണ്ഠ്യേനെ സമ്മതിക്കുന്ന പരമാർത്ഥമാണിത്. രാമനെയും സീതയെയും സംബന്ധിച്ചിടത്തോളം അവരുടെ അധരങ്ങൾ സംസാരിച്ചതിനേക്കാൾ കൂടുതൽ സ്ഫുടമായിട്ടാണ് ഹൃദയങ്ങൾ ആശയവിനിമയം ചെയ്തിരുന്നത്. മനസ്സിലായോ? പറയേണ്ട ആവശ്യമില്ല. സീതയുടെ ഹൃദയം വായിച്ചെടുക്കാൻ കഴിയും രാമന്, രാമന്റെ ഹൃദയം വായിച്ചെടുക്കാൻ കഴിയും സീതക്ക്. രാമന്റെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ വിചാരം അല്ലെങ്കിൽ വികാരം രൂപം കൊള്ളുന്നത് അതേ ക്ഷണത്തിൽ തന്നെ സീത അക്കാര്യം അറിഞ്ഞു കഴിയും. അത് വാക്കുകളിൽ കൂടിയല്ല, ഹൃദയം വഴി തന്നെയാണ്. ഈ മാനുഷിക ബന്ധങ്ങളെ സുസൂക്ഷ്മം വിശകലനം ചെയ്യുന്ന ഇത്തരം ചിത്രീകരണങ്ങൾ രാമായണത്തിന്റെ പല ഭാഗങ്ങളിലും വേണ്ടത്ര കാണാം. അവയേക്കാൾ വ്യക്തമായ വിവരങ്ങൾ കണ്ടെത്താൻ ആധുനികമോ പൗരാണികമോ ആയ ഗ്രന്ഥപരമ്പരകൾ ഒട്ടേറെ നാം പരിശോധിച്ചാലും അത് ഫലവത്താകില്ല. മനസ്സിലായോ?